ഹലോ എവറി വൺ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇങ്ങനെ ഒരു സ്ട്രെസ് റിലീഫിന്റെ ടൂളാണ് കേട്ടോ. സോ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കളിക്കാൻ പറ്റുന്ന, ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പേപ്പർ ടോയ് ആണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഈ ഒരു പേപ്പർ ടോയ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു പേപ്പറാണ്. നമുക്ക് ആക്ച്വലി 2 പേപ്പർ ആവശ്യമുണ്ട്. സോ രണ്ടിനെയും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ സെൻറ്റർ പോർഷനിൽ നീളത്തിൽ നമ്മളൊന്ന് മടക്കി കൊടുക്കുക, എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മടക്കുക. നമുക്ക് ആക്ച്വലി കുറച്ച് നീളമുള്ള പേപ്പേഴ്സാണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, സോ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കുന്നത്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കുക, എന്നിട്ട് ഇപ്പുറത്തെ സൈഡും മടക്കുക. ഓക്കെ, നമുക്ക് കുഞ്ഞു കുഞ്ഞ് സ്ലൈസസ് ഓഫ് പേപ്പേഴ്സ് ആണ് വേണ്ടത്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അത് നിവർത്തി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ അധികം വരകൾ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, എന്നിട്ട് ഒരു കത്രിക യൂസ് ചെയ്തിട്ട് അതിനെ ഓരോന്നിനെയും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ 2 പേപ്പേഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കുറേ അധികം കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. സോ ഈ പേപ്പർ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, ഗമ്മും വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല. സോ ഇതിനെ ഇങ്ങനെ ഒന്ന് കറക്റ്റായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഗമ്മ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ തലപ്പത്ത് കുറച്ച് ഗമ്മ് തേച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു പേപ്പറിനെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് ഒട്ടിക്കുന്നത് ഇങ്ങനെ തന്നെ ഒട്ടിക്കുക. ഇങ്ങനെ കറക്റ്റായിട്ട് അറ്റമൊക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിക്ക് ഇങ്ങനെ ഒന്ന് പ്രോപ്പറായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, സോ നമ്മളിനി ചെയ്യാൻ പോകുന്നത് മൊത്തമായിട്ട് ഇങ്ങനെ തന്നെയാണ്. എന്നിട്ട് താഴത്തുള്ള ഭാഗം കറക്റ്റായിട്ട് ഇങ്ങനെ മുകളിലേക്ക് വരുത്തുക. ഇവിടെയുള്ള സൈഡൊക്കെ കറക്റ്റായിട്ടല്ലേ വന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കുക. എന്നിട്ട് റൈറ്റുള്ളത് ലെഫ്റ്റിലേക്ക് ഇടുക. എന്നിട്ട് മുകളിലുള്ളത് താഴോട്ട് ഇടുക. അതിനുശേഷം ലെഫ്റ്റിലുള്ളത് റൈറ്റിലോട്ട് ഇടുക. ഓക്കെ, സോ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇവിടെ ഉള്ളത് അങ്ങോട്ടും അവിടെ ഉള്ളത് ഇങ്ങോട്ടും അങ്ങനെ പറഞ്ഞിട്ട് ഫുള്ളായിട്ട് നമ്മൾ ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഈ മൊത്തം പേപ്പേഴ്സും നമ്മളിങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത്ര മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ, നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ കാണിക്കുന്നത് പോലെ ഇങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഒന്നും വരുന്ന രീതിക്ക് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ എടുത്തിട്ടുള്ള പേപ്പർ കഴിയാറാവില്ലേ. സോ കഴിയാറാവുന്ന സമയത്ത് അടുത്ത പേപ്പർ ഇതിൻ്റെ കൂടെ നമുക്ക് ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ജോയിൻ ചെയ്യാനായിട്ട് ഇങ്ങനെ അതിൻ്റെ തലപ്പത്ത് ഗമ്മ തേച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് അടുത്ത പേപ്പർ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ പ്രത്യേകിച്ച് വേറെ നമുക്ക് ഒന്നും തന്നെ ചെയ്യാനില്ല. ഇതിൽ വേറെ ഒന്നും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. സോ ഇങ്ങനെ ഒരു പേപ്പറിൻ്റെ മുകളിലേക്ക് വേറൊരു പേപ്പറിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും ഈ ഒരു പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്, ഒന്നിൻ്റെ മുകളിലേക്ക് വേറൊന്ന് വരുന്ന രീതിക്ക്. അങ്ങനെ മുഴുവൻ പേപ്പറും നമ്മൾ ചെയ്തെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പേപ്പർ ടോയ് നമുക്ക് റെഡിയാവും. ഓക്കെ, അത്രയും നമുക്ക് ചെയ്യാനുള്ളൂ. ഇങ്ങനെ ഒന്നിൻ്റെ മുകളിലേക്ക് മറ്റൊന്ന് വരുന്ന രീതിക്ക് ഇങ്ങനെ വെക്കുക. പേപ്പർ കഴിയാറാവുന്ന സമയത്ത് അതിൻ്റെ അറ്റത്ത് ഗമ്മ് തേക്കുക, അടുത്ത പേപ്പർ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുക, എന്നിട്ട് വീണ്ടും ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഓക്കെ, സോ ഈ ടോയ് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവാറുണ്ട്. ഇത് ചെയ്യുന്നത് തന്നെ ഒരു സ്ട്രെസ് റിലീഫ് മെത്തേഡ് പോലെയാണ് വരാറുള്ളത്. കാരണം നമ്മളിങ്ങനെ പേപ്പർ ഫോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ മൈൻഡൊക്കെ കുറച്ച് റിലാക്സ് ആവാനും നമുക്ക് ഒരുപാട് തോട്ട്സ് ഒന്നും വരാതെ ഈ ഓവർ തിങ്കിങ് ഒക്കെ നമുക്ക് കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാനും പിന്നെ നമ്മളുടെ ടൈം പോകാനായിട്ട് നമുക്ക് നല്ലൊരു മെത്തേഡ് തന്നെയാണിത്. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവാറുണ്ട്. കാരണം ഇത് മൂവിങ് ആയിട്ടുള്ള ഒരു ടോയാണിത്. അവർക്ക് പാമ്പ് അല്ലെങ്കിൽ പുഴു അതിപ്പോൾ എന്താണോ അവർക്ക് തോന്നുന്നത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും അറ്റത്ത് നമ്മളൊരു കണ്ണും മൂക്കും വായൊക്കെ വരച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കുറച്ചുകൂടി ഇഷ്ടമാവുന്നതായിരിക്കും. സോ ഇങ്ങനെ നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മൂവിങ് ടോയ് ഉണ്ടാക്കുന്നത് ഈ ഒരു മെത്തേഡാണ് നമ്മളെപ്പോഴും യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. ഇത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇങ്ങനെ എല്ലാ പേപ്പേഴ്സും നമ്മൾ ചെയ്തെടുത്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടോയ് റെഡിയാവും. നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് കഴിയുന്ന സമയത്തും മറ്റേ പേപ്പർ അറ്റാച്ച് ചെയ്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെ നമുക്ക് ഏറ്റവും അവസാനത്തെ സിറ്റുവേഷൻ എത്തുമ്പോൾ ഇനി നമുക്ക് അറ്റാച്ച് ചെയ്യാനൊന്നും ഇല്ലല്ലോ. സോ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഏറ്റവും അവസാനം ഗമ്മ് തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആ ഒരു ലാസ്റ്റത്തെ പോർഷൻ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ബാക്കി വരുന്ന പോർഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. സോ അങ്ങനെ ആവുന്ന സമയത്ത് അതിൻ്റെ ഒരു എൻഡിങ് കിട്ടും. ഓക്കെ, സോ ഇതിങ്ങനെ കറക്റ്റായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ബാക്കി വരുന്ന പോർഷൻസിനെ നമ്മൾ ഒരു കത്രിക യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാനല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് കൂടുതൽ മടക്കുകളോ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കട്ടിങ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിവർത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടോയ് റെഡിയായി. ഓക്കെ, ഇതൊക്കെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്ന കാര്യമാണ് കേട്ടോ. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കളിക്കാൻ പറ്റുന്ന, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത ടോയാണ്. സോ ഇത് നമ്മൾ ഇങ്ങനെ മുകളിൽ നിന്ന് നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ അത് താഴേക്ക് ചാടുന്ന രീതിക്ക് തനിയെ വരുന്ന കാര്യങ്ങളാണ്. സോ നിങ്ങൾ കുറച്ച് ഹയർ ലെവലിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വീഴുന്ന രീതിക്കൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവാറുണ്ട് കേട്ടോ. ഇപ്പം മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇത്
ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന്. പ്രത്യേകിച്ച് ഒന്നും തന്നെ നമുക്ക് ചെയ്യാനില്ല, ഗമ്മും പേപ്പറും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ ഇത് പല രീതിയിൽ നമുക്ക് കളിക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവാറുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും കളിക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. സോ ഇത് കാണാനും നല്ല രസമാണ്. അതുപോലെ തന്നെ ഇത് മൂവിങ് ടോയ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാവാറുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. സോ സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. മഹാലോ.